ക്രിസ്തുബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. അവൻ ജനക്കൂട്ടത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്ത് നിന്നു. കർത്താവ് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരന്മാർ? 3 പടികളായി ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1, ജനക്കൂട്ടവും യേശുനാഥൻ്റെ കുടുംബവും. യേശുവിൻ്റെ പ്രിയപ്പെട്ട കുടുംബം അവൻ പ്രസംഗിക്കുന്നതിനിടയിൽ വരുന്നു. എന്നും യേശുവിനെ അന്വേഷിച്ചിരുന്ന ജനക്കൂട്ടത്തിൻ്റെ മധ്യേ ആയിരുന്നു അവൻ. അതിനാൽ തന്നെ ജനക്കൂട്ടത്തിന് അവനോടുള്ള വചനദാഹത്തിൻ്റെ, സൗഖ്യദാഹത്തിൻ്റെ, സ്നേഹദാഹത്തിൻ്റെ നടുവിലായിരുന്നു യേശുനാഥൻ. കർത്താവ് അവിടെ ആയിരുന്നത് ജനകീയനാകുവാൻ വേണ്ടി ആയിരുന്നില്ല, ജനങ്ങളെല്ലാവരും ദൈവീകരാകുവാൻ വേണ്ടി ആയിരുന്നു. അവിടേക്കാണ് തൻ്റെ ഏറ്റവും അരികെയുള്ളവർ തൻ്റേത് എന്ന് കരുതുന്ന തൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ അമ്മയോട് ചേർന്ന് അവിടെ വരുന്നത്. ആ ഭാഗ്യ സമൂഹത്തെ വിശാലമാക്കുവാനുള്ള, വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനുള്ള അവസരം കർത്താവ് അവിടെ ഉപയോഗിക്കുകയാണ്, മുതലെടുക്കുകയാണ്. അവൻ കുടുംബ ബന്ധങ്ങളെ നിഷേധിക്കുകയായിരുന്നില്ല, മറിച്ച് ഒരഭിഷേകം പോലെയുള്ള ഒരു മറുപടിയിലൂടെ തൻ്റെ കുടുംബത്തെയും അവിടെ കൂടിയിരുന്നവരുടെയും ക്രിസ്തു സാമീപ്യത്തെ കർത്താവ് വിശാലമാക്കുകയായിരുന്നു. 2, എല്ലാ മനുഷ്യ ബന്ധങ്ങളെക്കാളും ഉള്ള അടിസ്ഥാന ബന്ധമാണ് ദൈവത്തോടുള്ള ബന്ധം. നിന്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും നീ ഉരുവാകുന്നതിന് മുൻപ് നീ ദൈവത്തിൽ നിന്നാണ് കടന്നു വരുന്നത് എന്ന സത്യം. കുടുംബം ദൈവത്തിന് മുന്നിൽ രണ്ടാമതാകുന്ന സമയങ്ങളുണ്ട്. പരിശുദ്ധ അമ്മ അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവനയെ സ്വീകരിച്ചത് എങ്ങനെയായിരുന്നിരിക്കണം? പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ വളരെ നേരത്തെ തന്നെ തനിക്കും തൻ്റേതും ആയ സർവ്വതും ഉപേക്ഷിക്കുവാൻ മനസ്സായിരുന്നു, ഉപേക്ഷിച്ചിരുന്നു. ഉപേക്ഷയുടെ സമ്പൂർണത അറിഞ്ഞവളുടെ മുന്നിൽ കർത്താവായ യേശുനാഥൻ്റെ വാക്കുകൾക്ക് ഒരു ഉപേക്ഷയുടെ തലം ഉണ്ടായിരുന്നില്ല. പരിശുദ്ധ അമ്മ എന്തിനു വേണ്ടിയാണോ തന്നെയും തൻ്റെ ഇഷ്ടങ്ങളെയും ഉപേക്ഷിച്ചത്, അതിനുവേണ്ടി തന്നെയാണ് കർത്താവായ യേശുനാഥൻ തനിക്കെതിരെ ഉപേക്ഷയെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഉള്ള സംസാരം നടത്തിയത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെയും കർത്താവായ യേശുനാഥൻ്റെയും പ്രവൃത്തിയും വാക്കുകളും ദൈവ പദ്ധതിയുടെ നാമത്തിൽ ഐക്യപ്പെട്ടിരുന്നു. എല്ലാ മനുഷ്യബന്ധങ്ങളെക്കാളും വലിയ ബന്ധം നിനക്ക് ദൈവത്തോട്, ദൈവ പദ്ധതിയോട് ഉണ്ടാകേണ്ടതാണ് എന്ന സത്യം. 3, കർത്താവായ യേശുനാഥൻ എന്നെ തൻ്റെ കുടുംബത്തിൽ ഒരാളാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കർത്താവ് ഇത് പറയുക വഴി അവിടെ കൂടിയിരുന്ന ജനങ്ങൾ മുഴുവനും തൻ്റെ രക്തബന്ധത്തിൻ്റെ അഥവാ കുടുംബബന്ധത്തിൻ്റെ ഉള്ളിലേക്ക് ആനയിക്കപ്പെട്ടു. ഞാൻ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ കർത്താവിൻ്റെ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഉള്ളവരാണ്. ഞാൻ കർത്താവിൻ്റെ കുടുംബമാണെങ്കിൽ ദൈവഹിതവും ദൈവത്തിൻ്റെ വചനവും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൾ ആകേണ്ടതുണ്ട്. കർത്താവായ യേശുനാഥനെ അമ്മയും സഹോദരങ്ങളും വന്ന് അന്വേഷിക്കുന്നത് ഭവനത്തിൻ്റെ സുരക്ഷിത വേലിക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് അവനെ എടുത്തു വയ്ക്കുവാൻ വേണ്ടിയായിരുന്നു. കാരണം കർത്താവ് വളരെ ബുദ്ധിഭ്രമം വന്നവനെ പോലെ സംസാരിക്കുന്നു എന്ന് പലരും അവരോട് പറഞ്ഞിരുന്നു. എന്നാൽ ആ വേലിക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ സുരക്ഷിതത്വത്തെ എടുത്തു വയ്ക്കുവാൻ വന്നവരെ ദൈവ പദ്ധതിയുടെ സുരക്ഷിതത്വമാകുന്ന ലോകത്തിനു വേണ്ടിയും ദൈവജനത്തിനും വേണ്ടിയുള്ള അരക്ഷിത അവസ്ഥയിലേക്ക് അവരെ കർത്താവ് എടുത്ത് മഹത്വപ്പെടുത്തുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവ പദ്ധതിക്ക് ഉള്ളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടേതിനേക്കാളും അധികമായി ദൈവത്തിൻ്റെതായി നമുക്ക് മാറാം. അതുവഴി ക്രിസ്തു കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.